Hi friends, welcome to Aychu's kitchen. ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ചൈനീസ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിൽ നല്ലൊരു കിടിലൻ ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് എനിക്ക് ഉറപ്പാണ്. അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ചൈനീസ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചധികം വെള്ളം തന്നെ നമുക്ക് ഇതിൽ തിളപ്പിക്കാനായിട്ട് വെക്കണം. നമ്മളിതിൽ അരി വേവിച്ചെടുത്തതിന് ശേഷം ഊറ്റിയെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കുറച്ചധികം വെള്ളം തന്നെ നമുക്ക് ഇതിൽ തിളപ്പിക്കാനായിട്ട് വെക്കണം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1.5 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ സോക്ക് ചെയ്യാനായിട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമുക്കിത് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കഴുകി ക്ലീൻ ചെയ്തിട്ട് അതിലത്തെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞിട്ട് ഇതിൽ വെള്ളം തിളച്ചപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അരി നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗസ്റ്റുകൾ ഉള്ളത് കൊണ്ടാണ് കുറച്ച് അധികം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് അനുസരിച്ചിട്ട് അരി എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണില്ല. ഞാനിപ്പോൾ ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ചെറുനാരങ്ങയുടെ നീര് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്താലും അരി ഒട്ടിപ്പിടിക്കില്ല. പിന്നെ നമ്മൾ ഈ അരി ഓവറായിട്ട് വേവിച്ചെടുക്കാൻ പാടില്ല. ഒരു 85-90% വേവാകുമ്പോൾ തന്നെ നമുക്കിതിൽ നിന്ന് ഊറ്റിയെടുക്കണം. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ട് അരി വെന്ത് വന്നിട്ടുണ്ട്. ഓവറായിട്ട് വെന്തിട്ടില്ല. നമ്മുടെ പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ചൈനീസ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1 കിലോ വരുന്ന ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കഴുകി ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ബോൺലെസ് ചിക്കന് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സോയാബീൻ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മുടെ ചൈനീസ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായാൽ നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാനിതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 4 സവാള ഇതുപോലെ വലുപ്പത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഈ സവാള വഴന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ സവാള വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാബേജ്, ക്യാരറ്റ്, ബീൻസ് ഇത് 3 ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഗ്രീൻ പീസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഈ വെജിറ്റബിൾസും ഓവറായിട്ട് വെന്തിട്ട് ഉടഞ്ഞു പോകാൻ പാടില്ല. വെന്തിട്ട് ഒരു കടിക്കണ പാകം ഉണ്ടല്ലോ, ആ പാകത്തിന് വേവിച്ചെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ക്യാബേജും ക്യാരറ്റൊക്കെ ഇട്ട സമയത്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ അത് ഓവറായിട്ട് വെന്തിട്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ അത് ചേർക്കുന്ന സമയത്ത് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാത്തത്. നമ്മൾ ലാസ്റ്റാണ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഇതിലേക്ക് ചിക്കൻ മാഗി ക്യൂബും പിന്നെ സോയാബീൻ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ 2ലും ഉപ്പുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നോക്കിയിട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാനിതുപോലത്തെ 2 ബോക്സ് ചിക്കൻ മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 2ലും കൂടിയിട്ട് 4 ക്യൂബ്സ് ഉണ്ടാവും. അത് നമുക്ക് ഇതിലേക്ക് കൈകൊണ്ട് ഇതുപോലെ പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ചൈനീസ് ബിരിയാണിക്ക് സ്പെഷ്യൽ ടേസ്റ്റ് തരുന്നത് ഈ ചിക്കൻ മാഗി ക്യൂബും പിന്നെ സോയാബീൻ സോസുമാണ്. അപ്പോൾ ഇത് രണ്ടും പരമാവധി സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ചിക്കൻ മാഗി ക്യൂബിൻ്റെ 2 ബോക്സിലുണ്ടായിരുന്ന 4 ചെറിയ ക്യൂബ്സും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മാഗി ക്യൂബ് ഇതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 2 വലിയ ക്യാപ്സിക്കാണ് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നത്. നീളത്തിലും അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ സ്ക്വയർ ഷേപ്പിലും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2 ഷേപ്പിൽ അരിഞ്ഞെടുക്കണമെന്നൊന്നുമില്ല, ഞാൻ വെറുതെ അരിഞ്ഞതാണ് ഇങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിൽ അരിഞ്ഞെടുക്കാം. കുറച്ച് വലിയതായിട്ട് അരിഞ്ഞെടുക്കണമെന്ന് മാത്രം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് സോയാബീൻ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സോയാബീൻ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൈനീസ് ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അത് ഊറ്റിയെടുത്തിട്ട് ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അവസാനമായിട്ട് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൈനീസ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്തിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.